ഇവർ ഉറപ്പായും ബിഗ് ബോസ് സീസൺ 8 ഉണ്ടാകും. നിങ്ങളല്ലേ നോക്കിക്കോ, അല്ല എന്നെ ചീത്ത വിളിച്ചോളൂ. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസ് സീസൺ 8 തുടങ്ങിയാണ്. അതിൽ ആരൊക്കെയാണ് മത്സരാർത്ഥി, ആരൊക്കെയാണ് വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥി? അപ്പം എനിക്ക് കുറച്ച് പേരെ ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഉറപ്പായും ഈ പറയുന്ന ആളുകൾ ഉണ്ടാവും ബിഗ് ബോസിൽ. അപ്പോൾ കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസ് സീസൺ 8 വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം. ജാസി, ഒരുപാട് വിവാദങ്ങളിലൊക്കെ ഉള്ള ഒരാളാണ് ജാസി. ട്രാൻസ്ജെൻഡറാണ്. ഒരുപാട് വിവാദങ്ങളിൽ ചെന്ന് ചാടുകയും നാട്ടുകാരെല്ലാം ചീത്ത വിളിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ബിഗ് ബോസ് സീസൺ 8 വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ, വരാൻ സാധ്യതയല്ല വരും എന്ന് വിശ്വസിക്കുന്ന മത്സരാർത്ഥി. രണ്ടാമത്തെ മത്സരാർത്ഥി സിനിമ സീരിയൽ താരമായ പ്രിയങ്ക. ഒരുപാട് സിനിമയിലൂടെയും സീരിയലിലൂടെയും മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കലാകാരി പ്രിയങ്കയും ബിഗ് ബോസ് സീസൺ 8 ഉണ്ടാവും. പിന്നെയുള്ള മൂന്നാമത്തെ പേര് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വേറെ ആരുമല്ല, രാഹുൽ ഈശ്വർ. ഒരുപാട് ചാനൽ ചർച്ചയിലൂടെ ജനങ്ങളെ തെറിപറയും ചെയ്യുന്ന ഒരു വ്യക്തി രാഹുൽ ഈശ്വർ. ആരൊക്കെ തെറ്റ് ചെയ്തോ അവരുടെ കൂടെ കൂടുകയും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ പണ്ട് മലയാളി ഹൗസിൽ ഉണ്ടായിരുന്നു. മലയാളി ഹൗസ് എന്ന് പറഞ്ഞ സൂര്യ ടിവിയുടെ പരിപാടി. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 8 രാഹുൽ ഈശ്വറിന്റെ പേര് കാണുന്നുണ്ട്. ഇനി ഉള്ളത് സീരിയൽ ആർട്ടിസ്റ്റായ ജയനാണ്, നാലാമത്തെ താരം. ഒരുപാട് ഇതായിട്ട് സീരിയൽ ആർട്ടിസ്റ്റായി ജയന്റെ പേര് കാണുന്നുണ്ട്. ജയൻ വരും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പിന്നെ അഞ്ചാമത്തെ താരം ആരാണെന്ന് ചോദിച്ചാൽ സഞ്ജു ടെക്കിയാണ്. ഒരു യൂട്യൂബറാണ്. ഒരുപാട് വാദങ്ങളിലും ഒക്കെ ചെന്ന് ചാടുന്ന ഒരു പയ്യനാണ് സഞ്ജു ടെക്കി. അപ്പോൾ സഞ്ജു ടെക്കിയുടെ പേരും സാധ്യത ലിസ്റ്റിൽ ഉണ്ടാകും. പിന്നെ ഉള്ള ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ ആറാട്ടുകയാണ് എന്ന് പറയുന്ന ആറാട്ടണ്ണൻ ബിഗ് ബോസ് 8 ഉണ്ടാവും. ഒരുപാട് വിവാദങ്ങളിലും ഒരുപാട് എല്ലാത്തിലും ഉണ്ട് ആറാട്ടണ്ണൻ. ആറാടുക എന്ന മോഹൻലാലിന്റെ സിനിമയിലൂടെ ആറാടുകയാണ് എന്നൊന്ന് പറഞ്ഞ് നമ്മുടെ ആറാട്ട് എന്ന സിനിമയിൽ വന്ന താരമാണ് ആറാടുകയാണ് എന്ന് പറഞ്ഞതോടുകൂടി പുള്ളി ഫേമസ് ആയി. ആറാട്ടണ്ണൻ ബിഗ് ബോസിൽ വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥി തന്നെയാണ്. പിന്നെയുള്ള സന്തോഷ് പണ്ഡിറ്റാണ് ബിഗ് ബോസ് സീസൺ 8 വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ. നമുക്കറിയാലോ, സന്തോഷ് പണ്ഡിറ്റ് വന്ന സമയത്ത് ഒരുപാട് പേര് വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുത്ത ഒരു സിനിമാ നടനാണ്. സ്വന്തമായി സിനിമ നിർമ്മിച്ച് ആണ് അദ്ദേഹം കൂടുതലും സിനിമ ചെയ്യുന്നത്. അതോടുകൂടി അദ്ദേഹം ഈ കിട്ടുന്ന പൈസയായി അദ്ദേഹം പാവങ്ങൾക്ക് കൊടുക്കും. ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനവും ആരുടെ ഒരു സഹായവും ഇല്ലാതെ അദ്ദേഹത്തിന് കിട്ടുന്ന പകുതി പൈസ അദ്ദേഹം നേരിട്ട് കൊണ്ട് ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഒരുപാട് പാവങ്ങളെ സഹായിക്കും. നല്ലൊരു മനുഷ്യനാണ്. എല്ലാവരും പണ്ട് അദ്ദേഹത്തിന് കളിയാക്കിയവർ വരെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ആരാധകരായിരിക്കുക. അദ്ദേഹം ബിഗ് ബോസ് സീസൺ 8 വരും, അതിലൊരു സംശയവും. പിന്നെയുള്ള ചെകുത്താനാണ്. നമുക്കറിയാലോ, ചെകുത്താൻ എന്ന് പറയുന്ന യൂട്യൂബറുണ്ട്. അജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അജു അങ്ങനെ കണ്ട എന്തോ ഒരു പേരാണ്, എനിക്ക് പേരറിയില്ല. പക്ഷെ നമ്മുടെ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ, യൂട്യൂബൊക്കെ നോക്കിയാൽ അത് അദ്ദേഹം ഉണ്ട്. പ്രത്യേകിച്ചും മോഹൻലാലിനെ തെറി പറഞ്ഞു, ലാലേട്ടനെ ചീത്ത വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം. ഏതൊക്കെ ലാലേട്ട സിനിമ ഇട്ടോ അതൊക്കെ വിമർശിച്ച് ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ചീത്ത വിളിക്കും, അവരെയൊക്കെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്യും. അങ്ങനെ അതാണ് ചെകുത്താൻ. ആ പേര് പോലെ തന്നെ ചെകുത്താൻ. സ്വഭാവം അതുപോലെ തന്നെയാണ്. ഫേസ് അല്ല ഞാൻ പറഞ്ഞത്, സ്വഭാവം. അപ്പം ഇത്രയും മത്സരാർത്ഥികൾ ബിഗ് ബോസ് സീസൺ ഉണ്ടാവും. ഇനി നിങ്ങളതിനെ ചീത്ത വിളിച്ചു. ഇതിൽ ആരെങ്കിലും എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൽ ആരും ഇല്ലെങ്കിൽ നിങ്ങളതിനെ ചീത്ത വിളിച്ചു. അപ്പോൾ കൂടുതൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഹായ്.